നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർമ്മാണം പുരോഗമിക്കുന്ന ആൽഫ ഹോസ്പീസിന്റെ ഹൈ ഡിപ്പെൻഡൻസി റൂം സ്പോൺസർ ചെയ്ത് ആൽഫയുടെ ദീർഘകാല സുഹൃത്തും കുടുംബാംഗവുമായ ശ്രീ VS സുഗുണൻ 20 ലക്ഷം രൂപയുടെ HDUവിനുള്ള സ്പോൺസർഷിപ്പ് തുകയുടെ രണ്ടാമത്തെ ഗഡുവായ 10 ലക്ഷം രൂപയുടെ ചെക്ക് എടമുട്ടം ആൽഫ ഹോസ്പീസിലെത്തി കൈമാറുകയായിരുന്നു അദ്ദേഹം. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഹോസ്പീസ് അക്കൗണ്ട്സ് ഓഫീസർ സിമ്മി ഷിജിൻ, ആർക്കിടെക്ട് ഷാരോൺ, അസിസ്റ്റന്റ് PRO റാഫി പോൾ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇന്നലെ നിര്യാതനായ ആൽഫ ആശിഷ് കെയർ ഹോം അംഗവും അന്തിക്കാട് സ്വദേശിയുമായ നമ്പ്യത്ത് വാസുദേവന്റെ സംസ്കാരം നടത്തി. രാവിലെ ആൽഫ ആശിഷ് കെയർ ഹോമിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് മകൻ നിതിനും കുടുംബാംഗങ്ങളും നേതൃത്വം നൽകി. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, PROയും ആശിഷ് മാനേജറുമായ താഹിറ മുജീബ്, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, സീനിയർ നഴ്സ് ബേബി രാജൻ, PRO റാഫി പോൾ, വോളണ്ടിയർ രാമചന്ദ്രൻ അന്തിക്കാട് എന്നിവരും മറ്റ് ആൽഫ കുടുംബാംഗങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വിദേശത്തേക്ക് പോകുന്ന ആൽഫ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ കൺസൾട്ടിംഗ് ഫിസിയോതെറാപ്പിസ്റ്റ് അജിത് രമേശിന് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പുതുതായി ജോലിയിൽ പ്രവേശിച്ച റോജോ ജോർജിനെ പ്രസിഡന്റ് പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. CS തിലകൻ, EV രമേശൻ, ഡോക്ടർ സ്നേഹ സൈനബ, കരീം വേണാട്ട്, അബു, അബ്ദുള്ള, ഷക്കീല, സുനജ, ജമാൽ, ഫാത്തിമ ബിബി ടീച്ചർ, നസീമ ടീച്ചർ, സീനിയർ നഴ്സ് ലിൻസ എന്നിവർ ആശംസകൾ നേർന്നു. അജിത് രമേശ് നന്ദി പറഞ്ഞു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ 1ാം വർഷ MSW വിദ്യാർത്ഥികളായ മുഹമ്മദ് അസ്ലം, ഐശ്വര്യ, മുഹമ്മദ് റാഫി, അലൻ, അതുല്യ, അശ്വതി എന്നിവർ ആൽഫ ചാലക്കുടി സെന്റർ സന്ദർശിച്ചു. പ്രസിഡന്റ് ഉഷാദേവി, ട്രഷറർ ലീല പൗലോസ് എന്നിവർ പാലിയേറ്റീവിനെ കുറിച്ചും സെന്ററിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദീകരിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് ഷാലു എലിസബത്ത് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയെ കുറിച്ച് സംസാരിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.